അഹമ്മദാബാദ് വിമാന ദുരന്തം കുറേ ദിവസങ്ങളായി നമ്മൾ ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് ആ വിമാനം അപകടത്തിൽപ്പെട്ടത്? ഏകദേശം 274 യാത്രക്കാരുടെ മരണത്തിന് കാരണമായത് എങ്ങനെയാണ്? ഇതൊക്കെ അറിയേണ്ട അവകാശമില്ലേ? ഇപ്പൊ നമ്മളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അറിയേണ്ട അവകാശം എന്ത് എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും തോന്നാം. പക്ഷേ ഈ 274 പേരുടെയും കുടുംബാംഗങ്ങൾക്ക് അവകാശമില്ലേ? അവർക്ക് 1 കോടി രൂപ കൊടുത്ത് നഷ്ടപരിഹാരം കൊടുത്ത് പണം കൊടുത്താൽ തീരാവുന്ന വേദനയാണോ അവരെ സംബന്ധിച്ച് ഉണ്ടായത്? അല്ല, ഒരിക്കലുമല്ല. ഇനി ആരൊക്കെ നെഗറ്റീവ് കമന്റുമായി ഇതിന്റെ താഴെ വന്നാലും ഈ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പിന്നിൽ നടന്നത് എന്താണ്? അതിൽ ആരുടെയെങ്കിലും അട്ടിമറി ഉണ്ടോ? ആരെങ്കിലും ഭീകരവാദ പ്രവർത്തനം ഉപയോഗിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ തകർക്കാൻ, ഇന്ത്യയുടെ ഇത്തരം സമാധാനത്തെ തകർക്കാൻ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങൾ ഒട്ടനവധിയുണ്ട് എന്നുള്ളതാണ്. ചില ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള ഉത്തരവും കിട്ടും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട ഒരുപാട് പേരിൽ ഒരാളാണ് രഞ്ജിത നായർ. രഞ്ജിത നായരുടെ DNA പരിശോധനയൊക്കെ കഴിഞ്ഞ് മൃതദേഹം വീട്ടുകാർക്ക് വിട്ടുകൊടുത്തു. സംസ്കാര നടപടികളൊക്കെ കഴിഞ്ഞു. പക്ഷെ ആ 2 കുഞ്ഞുങ്ങൾ അനാഥരായി. കൂടെയുള്ള അമ്മ രോഗിയാണ്. ആ കുഞ്ഞുങ്ങൾക്ക് ഇനി ആരാണുള്ളത്? തൻ്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നാളെ ആ കുട്ടികൾ ചോദിച്ചാൽ എന്താണ് മറുപടി നൽകുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും ആ വിമാന ദുരന്തം എന്തുകൊണ്ടാണ് എന്നുള്ളതിന്റെ സത്യാവസ്ഥ പുറത്തു വരിക തന്നെ വേണം. പ്രത്യേകിച്ച് പ്രാഥമികമായ ഒരു നിഗമനം പോലും ഇതുവരെ ഒരു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. വിശ്വാസ് കുമാർ ഇപ്പോൾ എവിടെയാണ്? വിശ്വാസ് കുമാർ ഹോട്ടലിലാണ് എന്ന് പറയുന്നു. ഹോട്ടലിൽ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാണെന്ന് പറയുന്നു. അത്ര മാത്രമാണോ? അല്ലെങ്കിൽ വിശ്വാസ് കുമാറിന് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ട്? സോഷ്യൽ മീഡിയയിൽ വിശ്വാസ് കുമാറിനെതിരെ നിരവധി വാദങ്ങൾ ഇപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. ഒരു ബ്രിട്ടീഷ് വംശജനായ ബ്രിട്ടനിൽ താമസിക്കുന്ന ഇന്ത്യൻ വംശജനാണ് വിശ്വാസ് കുമാർ. ബ്രിട്ടൻ നമുക്കറിയാം, ഇസ്ലാമികമായ ഒരു രാജ്യമായ ബ്രിട്ടൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടനെ ഇങ്ങനെ അവർ വലിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിസ്റ്റുകൾ. അപ്പോൾ ഇതിനിടയിൽ എങ്ങനെയാണ് വിശ്വാസ് കുമാർ മാത്രം അവിശ്വസനീയമായി രക്ഷപ്പെട്ടത്? അങ്ങനെ ചോദ്യങ്ങൾ ചുരുളഴിയാതെ ഇങ്ങനെ കിടക്കുന്ന ചോദ്യങ്ങൾ ഒരുപാടാണ്. ബ്ലാക്ക് ബോക്സ് കിട്ടിയിട്ടും എന്തുകൊണ്ട് കൃത്യമായ ഒരു ഉത്തരം പറയാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല എന്നുള്ളത്. ബ്ലാക്ക് ബോക്സ് കിട്ടി 24 മണിക്കൂറിനകത്തെങ്കിലും ഇതിന്റെ എന്തെങ്കിലും ഒരു കാര്യം പുറത്തുവിടാൻ അവർ തയ്യാറാകേണ്ടതാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അഹമ്മദാബാദിലെയും അമേരിക്കയിലെ ട്വിൻ ടവർ ആക്രമണത്തിനും സമാനമാണോ ഈ വിമാനാപകടം എന്നുള്ളതാണ്. അതായത് മനഃപൂർവ്വമായി നടത്തിയ ഇന്ധന മലിനീകരണം, ഇരട്ട എഞ്ചിൻ തകരാറിലായോ? അന്വേഷണം തീവ്രവാദ ഇടപാടിലേക്ക് നീങ്ങുന്നുണ്ട്. ബ്ലാക്ക് ബോക്സ് വിദേശത്തേക്ക് അയക്കുന്നില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എയർ ഇന്ത്യ അപകടത്തിന് പിന്നിൽ ഭാഗ്യശക്തി ഉണ്ടോ എന്ന സംശയവും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ സംശയിച്ചതുപോലെ തന്നെയാണ് പറന്ന് ഉയർന്ന് 33 സെക്കൻഡിനകത്ത് ഒരു വിമാനം എങ്ങനെയാണ് തകരുന്നത്? എമർജൻസി വാതിൽ തുറന്ന് എങ്ങനെയാണ് ഒരാൾ പുറത്തേക്ക് വരുന്നത്? ഇതൊക്കെ വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിനൊക്കെയുള്ള ഉത്തരം ഓരോന്നായി ഇങ്ങനെ പുറത്തു വരികയാണ്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ അട്ടിമറി സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കുമ്പോൾ സംശയം നീളുന്നത് തീവ്രവാദ ഗ്രൂപ്പുകളിലേക്കോ? വ്യോമയാന സഹമന്ത്രി മുരളീധർ മെഹോൽ NDTVക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചു വരികയാണെന്ന് മന്ത്രി പറയുന്നു. അതിനിർണായക വെളിപ്പെടുത്തലാണ് ഇതെല്ലാം. അമേരിക്കയിലെ ട്വിൻ ടവർ ആക്രമണത്തിന് സമാനമാണ് ഈ അപകടമെന്ന് നേരത്തെ വിലയിരുത്തലുണ്ടായിരുന്നു. ഇതേ മാതൃകയിലാണ് മെഡിക്കൽ കോളേജിലേക്ക് വിമാനം അഹമ്മദാബാദിൽ ഇടിച്ചിറക്കിയത്. അപകട സമയത്ത് നിന്ന് കണ്ടെടുത്ത വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സുകൾ പരിശോധനയ്ക്കായി വിദേശ രാജ്യത്തേക്ക് അയക്കില്ല എന്നും മഹോൽ വ്യക്തമാക്കുന്നുണ്ട്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിക്കുമെന്ന് പറഞ്ഞ മന്ത്രി എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നുമാണ് പറയുന്നത്. വിമാന അപകടം ദൗർഭാഗ്യകരമായ സംഭവമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപകടത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. രാജ്യത്തെ വിവിധ ഏജൻസികൾ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. വിമാനത്തിന്റെ എഞ്ചിൻ തകരാറാണോ, ഇന്ധന വിതരണത്തിലെ പ്രശ്നങ്ങളാണോ, അതോ 2 എഞ്ചിനുകളിലും തകരാറിലാകാനുള്ള മറ്റെന്തെങ്കിലും കാരണമാണോ അപകടത്തിന് വഴിവെച്ചെന്ന കാര്യം അന്വേഷണ സംഘം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. ബ്ലാക്ക് ബോക്സിലെ കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ 2 പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. സത്യം പുറത്തുവരിക തന്നെ ചെയ്യും.
അന്വേഷണ റിപ്പോർട്ട് 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് പരിശോധനയ്ക്കായി വിദേശ രാജ്യത്തേക്ക് അയക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അത് നമ്മുടെ കൈവശം തന്നെയാണുള്ളതെന്നും വിദേശത്തേക്ക് അയക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നും വ്യോമയാന മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മുഴുവൻ അന്വേഷണവും കേന്ദ്ര സർക്കാർ തന്നെ നടത്തുമെന്നും അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന നിമിഷങ്ങൾക്കകം വിമാനം അപകടത്തിൽപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് എന്നും അതിൽ തീവ്രവാദ ശക്തികളോ ഭാഗ്യശക്തികളുടെയോ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് മന്ത്രി പറയുന്നുണ്ട്. വിമാനത്തിലെ 242 യാത്രക്കാരിൽ വിശ്വാസ് കുമാർ എന്ന ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. വിമാന അപകടം നടന്നതിനു ശേഷം ഇതാദ്യമായിട്ടാണ് കേന്ദ്ര സർക്കാർ അട്ടിമറി സാധ്യതയെക്കുറിച്ച് പരാമർശം നടത്തുന്നത്. പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ വിമാനത്തിന്റെ 2 എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചതായി കണ്ടെത്തിയിരുന്നു. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മനഃപൂർവ്വമായി നടത്തിയ ഇന്ധന മലിനീകരണമാണോ ഇതിന് കാരണമെന്ന് വിദഗ്ധർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അപകടത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു പറയാനാകില്ല. കൂടാതെ എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നതിന് ഒരു സുരക്ഷാ പ്രശ്നമില്ല എന്നും മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ കൈവശമുള്ള 33 ബോയിങ് ഡ്രീം ലൈനർ വിമാനങ്ങളും സുരക്ഷിതമാണെന്ന് വിദഗ്ധർ ഉറപ്പു നൽകിയതായും വ്യോമയാന മന്ത്രി പറയുന്നുണ്ട്. 625 അടി മുകളിൽ നിന്നാണ് വിമാനം താഴേക്ക് ഇടിച്ചിറക്കിയത്. വിമാനം ഇടിച്ചിറങ്ങിയ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും അതിൽ കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെയോ സംശയങ്ങൾ കേന്ദ്ര സർക്കാരിനും നമ്മുടെ അന്വേഷണ ഏജൻസികൾക്കുമൊക്കെ കിട്ടിയിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ഇക്കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയുന്നത്. അതായത് ഒരു അട്ടിമറി സാധ്യത അത് തള്ളിക്കളയേണ്ട. അത്തരത്തിൽ ഈ വിമാനത്തിൽ മോശപ്പെട്ട ഇന്ധനം ഒഴിച്ചുകൊണ്ട് വിമാനത്തിന്റെ എഞ്ചിൻ തകരാറിലാക്കിയതാണോ, അങ്ങനെ എഞ്ചിൻ തകരാറിലാക്കിക്കൊണ്ട് വിമാനം മനഃപൂർവ്വം ഇടിച്ചു വീഴ്ത്താനായി ആരെങ്കിലും ശ്രമിച്ചിരുന്നോ? അത്തരത്തിൽ ഈ വിമാനത്തിനുള്ളിൽ തന്നെ എന്തെങ്കിലും ഗൂഢാലോചനകൾ ആരെങ്കിലും നടത്തിയിരുന്നോ? അതോ നേരത്തെ ഈ ഗൂഢാലോചനകൾ നടത്തിയിരുന്നു എന്നുള്ള വലിയ ചോദ്യമാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. വിശ്വാസ് കുമാറിന്റെ രക്ഷപ്പെടൽ അവിശ്വസനീയമാണോ അതോ എല്ലാം അറിഞ്ഞുകൊണ്ടുള്ളതാണോ എന്ന ചോദ്യവും ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായ അന്വേഷണം, അതായത് ഇതെല്ലാം കണ്ടിട്ടുള്ള എന്താണ് ആ വിമാനത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ അറിയാവുന്ന ഒരാൾ വിശ്വാസ് കുമാർ മാത്രമാണ്. വിശ്വാസ് കുമാർ പുറത്തിറങ്ങി നടന്നു വരുന്നതിന്റെ വീഡിയോ ഒക്കെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. അവർ അതിന്റെയൊക്കെ താഴെ വരുന്ന കമന്റുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഇദ്ദേഹം ഒരു 6ാം ഇന്ദ്രിയക്കാരനാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് നേരത്തെ തന്നെ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. പിന്നെ പലരും ഇത് ഇദ്ദേഹത്തിന് ആയുസ്സുള്ളത്, അതൊക്കെ ശരിയായിരിക്കാം, നമ്മൾ അതിലൊന്നും ഒരു അവിശ്വാസ്യത പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഈ 274 പേരും ഒരു തെറ്റും ചെയ്യാത്തവരാണ്. അവരുടെ ജീവൻ എടുത്തത് ആരാണോ അവർക്ക് തക്കതായ ശിക്ഷ കിട്ടിയേ കഴിയൂ. ഇത് തീവ്രവാദികളാണോ അല്ലെങ്കിൽ കൂടെ ഉള്ളവർ തന്നെ ഒറ്റിയതാണോ, മറ്റാർക്കെങ്കിലും വേണ്ടി നമ്മുടെ ആളുകളെ തീർത്തതാണോ? ഇതിന്റെയൊക്കെ ചോദ്യത്തിന് ഉത്തരം ഉടൻ തന്നെ കിട്ടുമെന്നാണ് വ്യോമയാന മന്ത്രി പറയുന്നത്.